പുത്തൂർ സുവോളജിക്കൽ പാർക്ക് സെപ്റ്റംബറിൽ തുറക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തൃശൂർ മൃഗശാലയിൽ മധ്യവേനൽ അവധിക്കാലത്തെ മാത്രം കളക്ഷൻ 28,87,100 രൂപയാണ്. മധ്യവേനൽ അവധിക്കാലമായ ഏപ്രിൽ മെയ് മാസങ്ങളിൽ തൃശൂർ മൃഗശാലയും മ്യൂസിയങ്ങളും സന്ദർശിച്ചത് 72,014 പേരാണ്. തൃശൂർ മൃഗശാല പുത്തൂരിലേക്ക് മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തകൃതിയായാണ് നടക്കുന്നത്. ജൂൺ മാസം അവസാനത്തോടെ പുത്തൂർ മൃഗശാലയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകും. സെപ്റ്റംബറിൽ തന്നെ മൃഗശാല പുത്തൂരിൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ മൃഗശാല എന്ന് വിളിക്കപ്പെടുന്ന സുവോളജിക്കൽ പാർക്കിന്റെ അന്ത്യഘട്ടങ്ങളിലേക്ക് പുത്തൂർ പോവുകയാണ്. അവിടേക്ക് കൊണ്ടുവരേണ്ട മൃഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ മാറ്റുന്നതിന്റെ പ്രവർത്തനങ്ങൾ അതിവേഗതയിൽ നടക്കുകയാണ്. ജൂൺ മാസത്തോടുകൂടി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ടെല്ലാം അവസാനിക്കും. സുവോളജിക്കൽ പാർക്ക് ഇപ്പോൾ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് സെപ്റ്റംബർ മാസത്തോടുകൂടി തുറന്നു കൊടുക്കണം എന്ന വിധത്തിലാണ്. ആ വിധത്തിൽ തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. കേരളത്തിലെ മുഴുവൻ മൃഗങ്ങളെയും ജൂൺ ജൂലൈ മാസത്തോടുകൂടി പൂർണ്ണമായിട്ടും സുവോളജിക്കൽ പാർക്കിലേക്ക് എത്തിക്കാനാകും. വിദേശത്ത് നിന്ന് 4 മൃഗങ്ങളാണ് വരുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള EOI ക്ഷണിച്ച് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് ഏതാണ്ട് 6 മാസക്കാലത്തെ സമയമാണ് പൊതുവിൽ അതിന് വരാൻ വേണ്ടി പോകുന്നത്, അനാക്കോണ്ട ഉൾപ്പെടെ. പക്ഷെ അത് രജിസ്റ്റർ ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. കേരളത്തിന് പുറത്തുള്ള 4 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മൃഗങ്ങളെ കൂടി ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജൂൺ ജൂലൈ മാസങ്ങളിൽ തന്നെ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മൃഗങ്ങളെ പുത്തൂരിലെത്തിക്കും. അനാക്കോണ്ട അടക്കം വിദേശങ്ങളിൽ നിന്നായി 4 മൃഗങ്ങളെയും 4 സംസ്ഥാനങ്ങളിലെ മൃഗശാലകളിൽ നിന്നുള്ള മൃഗങ്ങളെയും പുത്തൂരിലെത്തിക്കും. തൃശൂർ മൃഗശാലയിൽ നിന്ന് പുത്തൂരിലേക്ക് മൃഗങ്ങളെ മാറ്റുന്ന നടപടികൾ വൈകില്ലെന്നും കേന്ദ്ര സൂ അതോറിറ്റിക്ക് കത്തയച്ചതായും മന്ത്രി അറിയിച്ചു. കേന്ദ്ര സൂ അതോറിറ്റിയുടെ അനുവാദം ഇതിനകം ലഭ്യമായതാണ്. അതിനുണ്ടാകുന്ന സാങ്കേതികമായൊരു കാലയളവുണ്ട്. എല്ലാ കാലത്തും ഇത്ര നാൾക്കുള്ളിൽ മാറ്റണം എന്ന പ്രശ്നം വരും. അത് പിന്നീട് നീട്ടിത്തരും. സാധാരണ നിലയ്ക്ക് അങ്ങനെയാണ് ഉണ്ടാകുക. അത് നീട്ടി നൽകാൻ ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻ കത്ത് ഇതിനകം തന്നെ സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. അവരുമായി അക്കാര്യം സംസാരിച്ചിട്ടുണ്ട്. അതൊന്നും ഒരു തടസ്സമാകില്ല. കൃത്യമായിട്ട് ആ കാര്യം നടന്നു വരും. മൃഗങ്ങളെ മാറ്റുന്ന നടപടി കൃത്യമായി തീർന്ന് സെപ്റ്റംബർ മാസത്തിൽ തന്നെ ആദ്യഘട്ടമായിട്ട് അത് നാടിന് സമർപ്പിക്കും. തൃശൂർ മൃഗശാലയിൽ നിന്ന് മയിലടക്കം വിവിധയിനം പക്ഷികളെയും മാനുകളെയും പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റിയിരുന്നു. വ്യത്യസ്തമായ പക്ഷിമൃഗാദികളെത്തുന്ന പുത്തൂർ സുവോളജിക്കൽ പാർക്ക് യാഥാർത്ഥ്യമാകുന്നതിനായി കാത്തിരിക്കുകയാണ് ഏവരും. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം വലിയ തിരക്കാണ് തൃശൂർ മൃഗശാലയിൽ അനുഭവപ്പെടുന്നത്. തൃശൂർ മൃഗശാല പുത്തൂരിലേക്ക് മാറ്റുന്നതോടെ ഈ തിരക്ക് വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ക്യാമറമാൻ കൃഷ്ണകുമാർ കെ മലയിലിനോടൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, TCV ന്യൂസ്.